ഹായ് ഗൈസ്, ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മുടെ ആസിമിൻ്റെ പല്ല് പറിക്കാനാണ്. അപ്പോൾ ദേ പരിസരത്ത് എത്തിയപ്പോൾ ദേ രണ്ട് കൂട്ടുകാർ പല്ല് പറിച്ചതിൻ്റെ ഇതിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവൻ്റെ മൈൻഡൊക്കെ ഇപ്പോൾ മാറിപ്പോയിട്ട് ഇവർക്കിപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് അവരോരോ ആക്ഷൻ കാണിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പല്ലിന് എന്താ പറ്റിയേ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പല്ല് പറിച്ചു എന്നൊക്കെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആസിം എന്തായി പല്ല് പറിക്കാനായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. റൂമിൽ കയറിയിട്ട് നമ്മൾ അപ്പോൾ അവിടെ വെയിറ്റിങ്ങിലാണേ. അവൻ്റെ പല്ല് പറിക്കാനായിട്ട് തരിപ്പിച്ചിട്ട് അവൻ ഇരുത്തിക്കുകയാണ്. അപ്പോൾ തരിക്കണമെങ്കിൽ ഇത്തിരി സമയം എടുക്കുമല്ലോ, അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്നെ കുത്തുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല ഡോക്ടറായിരുന്നു കേട്ടോ, നല്ല ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതേ നമ്മുടെ ആസിം ഇതേ വെയിറ്റിങ്ങിലാണ്. അപ്പുറത്തേ ഒരു കൂട്ടുകാരൻ ഇതേപോലെ പല്ല് പറിക്കാനായിട്ട് അപ്പുറത്ത് ചെയറിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അത് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, അവൻ എന്താ ചെയ്യുന്നത് നോക്കാനായിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നീ അവിടെ വെയിറ്റ് ചെയ്യേ, അടുത്തത് നിൻ്റെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആസിം ഇതേ നമ്മുടെ ടെൻഷനുണ്ട്, ഉള്ളിൽ ടെൻഷനുണ്ട്, എന്നാൽ എൻ്റെ പല്ല് പറിക്കും വേണം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആസിമിൻ്റെ പല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പല്ലും അവൻ്റെ പറിക്കാനുണ്ട്. കാരണം വെച്ചപ്പോൾ ഇപ്പോൾ അവനിപ്പോൾ 10 വയസ്സായിട്ടുണ്ട്. പക്ഷെ അവൻ്റെ പല്ല് തീരെ ആടുമില്ല, അങ്ങനൊരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആടാതെ തന്നെ ബാക്കിലൂടെ പല്ല് വേറെ വരികയും ചെയ്യും. അപ്പോൾ നമുക്കിനി പറിച്ചല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറിക്കാൻ വന്നത്. അങ്ങനെ ഡോക്ടർ ഇതേ പല്ല് പറിക്കാനായിട്ട് അവൻ്റെ അടുത്ത് സിറിഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന്, ഇനിയിപ്പോൾ അവന് ഉള്ളിൽ വായൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞ്, പേടിക്കണ്ട, നിന്നെ ഞാൻ വേദനിപ്പിക്കാതെ പറിച്ചോളാം, നീ പേടിക്കുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡോക്ടറായിരുന്നു, അവന് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ചുണ്ടൊക്കെ ആകെ വെറുത്തിരിക്കുകയാണ്, ഭയങ്കര തരിപ്പാണ്, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ആസിമ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആസിമ് വെയിറ്റിങ്ങിലായി. ഡോക്ടർ എത്തുകയാണ്. ഇവൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം, അപ്പോൾ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം, ഓക്കെ? അങ്ങനെ ദേ പല്ല് പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ആസിമിൻ്റെ പല്ല് ഭയങ്കര എന്താ പറയുക, ഉറപ്പാണ് കേട്ടോ. ഒത്തിരി ബുദ്ധിമുട്ടി ഡോക്ടർ പറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ആസിമിൻ്റെ പല്ല് ഒരെണ്ണം പറിക്കുകയാണ്. നല്ല റിസ്ക് എടുക്കുന്നുണ്ടോ ഡോക്ടർ. ഹായ് ഗൈസ്, അങ്ങനെ ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതേ നെക്സ്റ്റ് 2ാമത്തത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 പല്ലും ഒരുമിച്ചാണല്ലോ പറിക്കുന്നത്. 2ാമത്തെ പല്ലും നമ്മളിത് പറിക്കാൻ നോക്കുകയാണ് ഡോക്ടർ. അങ്ങനെ 2 പല്ലും പറിച്ചെടുത്തിട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നല്ല വേരുണ്ട് കേട്ടോ, നല്ല ആഴ്ന്നായിട്ടുണ്ട്, സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ആടാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറും ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നു. പഞ്ഞൊക്കെ വെച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ, കാരണം ബ്ലഡ് വരുന്നുണ്ടല്ലോ. അപ്പോൾ പഞ്ഞ് 2 ഭാഗത്തും പഞ്ഞൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങും. അങ്ങനെ ഗൈസ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് എൻ്റെ പല്ലൊന്ന് കാണിക്കണം, എൻ്റെ പല്ല് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ അടുത്ത് നമ്മൾ പല്ലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ പല്ല് അവിടെ കൊടുക്കില്ല, അവൻ്റെ പല്ല് അവൻ തിരിച്ച് ചോദിച്ച് വാങ്ങി വരും. അതാണ് അവൻ ചെറുപ്പം മുതലേ എന്തും, നഖം വെട്ടിയാലും അവൻ്റെ നഖം കളയാൻ സമ്മതിക്കില്ല, അതുപോലെ തന്നെ പല്ലാണെങ്കിലും പല്ലും കളയാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ പല്ല് കണ്ട നല്ല വലിപ്പമുള്ള പല്ലാണേ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ. അങ്ങനെ നമ്മുടെ ആസിമ് വീട്ടിലെത്തി. അതെ, ആസിമ് ഇപ്പോൾ എന്താ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ അവനോട് പറയാറുണ്ട്, നമ്മൾ പല്ല് പറിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്താണ്, കീരിയെ കീരി നിൻ്റെ പല്ല് എനിക്ക് താ, നിൻ്റെ പല്ല് നിനക്ക്, എൻ്റെ പല്ല് നിനക്ക് തരാം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ് അവൻ പറയുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവൻ പല്ല് ഓടുമ്പുറത്തേക്ക് എറിയാൻ പോവാണ് കേട്ടോ. അങ്ങനെ എനിക്ക് നല്ല പല്ല് വരുന്നൊക്കെ കേട്ടോ പറയാം, കാരണന്മാരൊക്കെ പണ്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചു, നമ്മൾ നമ്മളെ മക്കൾക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൻ പല്ലൊക്കെ എറിഞ്ഞു.
അത് താഴത്ത് വീണു കേട്ടോ. അത് ശരിയായില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. അപ്പോൾ അവൻ ഒന്നും കൂടി ട്രൈ ചെയ്തു.